എന്താണ് കരുൺ നായർക്ക് പറ്റിയത്? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ വലിയ ഇന്നിങ്സുകൾ കാഴ്ചവെക്കാൻ കഴിയുന്നില്ല? ആരാധകരുടെ ഭാഗത്തു നിന്ന് കരുൺ നായരെ ടീമിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. കരുൺ നായരുടെ ബാറ്റിംഗ് പരാജയത്തിന് കാരണം അന്വേഷിക്കുന്നവരും നിരവധിയാണ്. ഇവർക്കുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സെലക്ടറും ഡൽഹി രഞ്ജി ടീം കോച്ചുമായ ദേവാംഗ് ഗാന്ധി. കരുൺ നായർക്ക് റൺസ് കണ്ടെത്താൻ കഴിയാത്തതിനുള്ള ടെക്നിക്കലായ വിശദീകരണമാണ് ദേവാംഗ് ഗാന്ധി നൽകിയത്. ശുഭ്മാൻ ഗില്ലിനെ പോലൊരു താരവുമായി താരതമ്യം ചെയ്യുമ്പോൾ കരുൺ നായർക്ക് അല്പം വൈകിയുള്ള ട്രിഗർ മൂവ്മെൻ്റാണ് ഉള്ളത്. നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു പേസ് ബോളർ പന്ത് റിലീസ് ചെയ്യുന്ന പോയിന്റിലും കരുണിൻ്റെ ഫ്രണ്ട് ഫുട്ട് എയറിലാണെന്ന് മനസ്സിലാകും. ഇതിനർത്ഥം അദ്ദേഹം ലേറ്റ് ആണെന്ന് തന്നെയാണ്. ദേവാംഗ് ഗാന്ധിയുടെ വാക്കുകളാണിത്. അതായത് ബോളർ പന്ത് റിലീസ് ചെയ്യുന്ന സമയത്തും കരുൺ നായർ സെറ്റിലായും ബാലൻസ്ഡായും ക്രീസിൽ നിന്നിട്ടില്ല എന്ന് അർത്ഥം. ഈ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ക്രിസ് വോക്സിനെ പോലെ ഒരു ബോളറെ നേരിടാൻ കരുൺ അത്ര ബുദ്ധിമുട്ടുന്നില്ല. എന്നാൽ ആർച്ചർ, കാഴ്സ്, ബെൻ സ്റ്റോക്സ് തുടങ്ങിയ ബോളർമാരെ നേരിടാൻ കരുൺ നായർ പ്രയാസപ്പെടുന്നു. ഇങ്ങനെയാണ് കരുൺ നായരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ ദേവാംഗ് ഗാന്ധി വിശദീകരിക്കുന്നത്. 34-കാരനായ കരുൺ നായർക്ക് പകരം 21-കാരനായ സായ് സുദർശനെ കളിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്നും ദേവാംഗ് ഗാന്ധി അഭിപ്രായപ്പെട്ടു. 8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തിയ കരുൺ നായർ വലിയ കയ്യടിയാണ് നേടിയത്. എന്നാൽ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിൽ കളിച്ച 6 ഇന്നിങ്സുകളിൽ കാര്യമായൊന്നും ചെയ്യാൻ കരുൺ നായർക്ക് സാധിച്ചിട്ടില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ഫോമിലായിരുന്നു കരുൺ. ഇംഗ്ലണ്ട് ലയൺസിനെതിരെ ഇംഗ്ലണ്ടിൽ നടന്ന ഇന്ത്യ എ ടീമിൻ്റെ പര്യടനത്തിലും കരുൺ മികച്ച പ്രകടനം പുറത്തെടുത്തു. ലയൺസിനെതിരെ കരുൺ നായർ ഡബിൾ സെഞ്ചുറി നേടിയതോടെ ഇന്ത്യൻ ആരാധകർ വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഏക മലയാളി സാന്നിധ്യമായ കരുൺ നായർ 3 ടെസ്റ്റ് മത്സരങ്ങളിലും നിരാശപ്പെടുത്തി. ആദ്യ മത്സരത്തിൽ കരുൺ നായർ 6-ാമനായാണ് കളിച്ചത്. ആദ്യ ഇന്നിങ്സിൽ ഡെക്കായി പുറത്തായ കരുൺ 2ാം ഇന്നിങ്സിൽ 20 റൺസ് നേടി. ഇന്ത്യ 336 റൺസിന് വിജയിച്ച 2ാം ടെസ്റ്റിൽ ആദ്യ ഇന്നിങ്സിൽ 31 റൺസും 2ാമത്തെ ഇന്നിങ്സിൽ 26 റൺസുമാണ് കരുൺ നായർ സ്വന്തമാക്കിയത്. സായ് സുദർശൻ ടീമിൽ നിന്ന് പുറത്തായതോടെ കരുൺ നായർക്ക് ഈ മത്സരത്തിൽ 1 ഡൗണായി പ്രൊമോഷൻ ലഭിച്ചിരുന്നു. ഇന്ത്യ വിജയിച്ചതുകൊണ്ട് തന്നെ കരുൺ നായർക്കെതിരെ വലിയ വിമർശനങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ലോർഡ്സിലും കരുൺ നിരാശപ്പെടുത്തിയത് ആരാധകരെ കലിപ്പിലാക്കി. ആദ്യ ഇന്നിങ്സിൽ 40 റൺസ് എടുത്ത കരുൺ നായർ 2ാമത്തെ ഇന്നിങ്സിൽ 14 റൺസ് എടുത്ത് പുറത്തായി. 193 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യൻ ടോപ്പ് ഓർഡർ 4ാം ദിനം തന്നെ തകർന്നടിഞ്ഞിരുന്നു. ഇതിൽ കരുൺ നായർ പുറത്തായ രീതിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. പന്തിൻ്റെ ഗതി, സ്വിംഗ് എന്നിവ മനസ്സിലാക്കുന്നതിൽ കരുൺ നായർക്ക് പിഴവ് പറ്റിയെന്നും കളിക്കേണ്ട പന്ത് ലീവ് ചെയ്യാൻ ശ്രമിച്ചുവെന്നുമാണ് വിമർശനം. ഈ സാഹചര്യത്തിൽ കരുൺ നായർ 4ാമത്തെ ടെസ്റ്റിനുള്ള ടീമിൽ നിന്ന് പുറത്താകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കരുൺ നായർക്ക് പകരം സായ് സുദർശനോ അല്ലെങ്കിൽ അഭിമന്യു ഈശ്വരനോ കളിക്കണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. സായ് സുദർശൻ ഈ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിലൂടെ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച താരമാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയ അഭിമന്യു ഈശ്വരൻ ഇതുവരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയിട്ടില്ല. 29-കാരനായ താരത്തിന് അരങ്ങേറ്റത്തിനുള്ള അവസരം ലഭിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയാനാകില്ല. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.